ശരിയല്ലേ? സം ജേർണീസ് ലീഡ്സ് ടു ബ്യൂട്ടിഫുൾ മൊമെന്റ്സ്. സീ ഹെർ സ്മൈൽ സേസ് എവറിഥിങ്. ആക്ച്വലി ഷീ സൂപ്പർ എക്സൈറ്റഡ്. ആള് ചെക്കിംഗ് പ്രൊസീജിയേഴ്സിന് വേണ്ടിയിട്ട് റിസപ്ഷനിലോട്ട് പോയിട്ടുണ്ട്. അവിടെ നല്ല സൈലന്റ് കാം ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ആയിരുന്നേ. ബട്ട് എൻ്റെ മോള് സുഡു അവിടെ എല്ലാം വയലന്റ് ആക്കി. അവള് ഭയങ്കര സന്തോഷത്തിലായിരുന്നു. ചെക്കിംഗ് പ്രൊസീജിയേഴ്സ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ റൂമിലെത്തിയേ. ഇതൊരു 1 BHK ആയിരുന്നേ. പക്ഷെ ഹോണസ്റ്റ്ലി പറഞ്ഞാൽ 4 പേർക്ക് സൂപ്പർ കംഫർട്ടബിൾ ആയിട്ട് സ്റ്റേ ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസ്. ഫാന്റസി ഒന്നും ഇല്ലാത്ത നല്ല കാം ആൻഡ് നീറ്റ് ആയിട്ടുള്ള സ്ഥലം. പിന്നെ നമ്മൾ പെൺകുട്ടികൾക്ക് എവിടെ പോയാലും മിറർ ചെക്ക് ചെയ്യാതെ കഴിയുമോ? അതൊരു ഹാബിറ്റല്ല, നമ്മുടെ ഐഡന്റിറ്റിയാണ്. ക്യാമറ ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരാളാണ് ഈ പോകുന്നത്. ഫെയിം ഒന്നും വേണ്ട, ക്യാമറ കണ്ട ഓട്ടോമാറ്റിക്കലി ഡിസപ്പിയർ ആവും. നിങ്ങൾക്കും ഉണ്ടോ ഇതുപോലത്തെ ഹസ്ബൻഡ്? മോളുടെ എക്സൈറ്റ്മെന്റ് ഒട്ടും കുറഞ്ഞിട്ടില്ലേ? സ്റ്റിൽ സൂപ്പർ ഹാപ്പി. അടുത്ത നമ്മുടെ മിഷൻ ഇതാണ്. ഞങ്ങൾ ചെക്ക് ഇൻ ചെയ്ത ടൈം തന്നെ ഏകദേശം ഒരു 11 o'clock ആയി കാണുമേ. ഈ ഒരു സമയത്ത് ഈ ഒരു കോഫിയുടെ ഒരാവശ്യമില്ലെങ്കിലും എനിക്ക് ഹോട്ടലിൽ ചെന്ന് കഴിഞ്ഞാൽ അവരുടെ സാധനങ്ങളൊക്കെ എടുത്ത് ഒരു കോഫി ഉണ്ടാക്കി കുടിക്കുക, അത് എൻ്റെ ഒരു സമാധാനമാണ്. നിങ്ങളും എന്നെ പോലുള്ള ആൾക്കാരാണ്. ഉച്ചയൂണ് കഴിക്കാൻ ടൈമായേ. ഈ 4 കെട്ട് റെസ്റ്റോറന്റ് എന്ത് പൊന്നു, പറയാൻ വാക്കുകളില്ല. അടിപൊളി മീൽസ് ആയിരുന്നേ. ട്രസ്റ്റ് മീ ഗൈസ്, ഞാനിത് വെറുതെ പറയുന്നതല്ല. നിങ്ങൾ അബുദാബി ഈ ഏരിയയിലുള്ളവരാണെങ്കിൽ ഈ 4 കെട്ട് റെസ്റ്റോറൻറ്റ് വന്നിട്ട് ഒരു ദിവസം ഈ മീൽസ് ഒന്ന് ട്രൈ ചെയ്യണേ. അടിപൊളിയാണ്. അടിപൊളി സാമ്പാറും നല്ല തേങ്ങ അരച്ച ചമ്മന്തി, അവിയൽ, ബീഫ് റോസ്റ്റ്, ഇഞ്ചിപ്പുളി, പപ്പടം. സൂപ്പറായിരുന്നേ. നല്ല ഒരു മീൽസ് കഴിച്ചു. അങ്ങനെ നല്ല അടിപൊളി സദ്യയൊക്കെ കഴിച്ച് റെസ്റ്റ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് നമുക്ക് പൂളിലോട്ട് പോകാമെന്ന് വിചാരിച്ചേ. ഈ ഒരു പൂൾ വിസിറ്റ് എക്സ്ക്ലൂസീവ്ലി മോൾക്ക് വേണ്ടിയിട്ടുള്ളത് മാത്രമാണ്. ഞങ്ങളൊരു 5-5:30 ഒക്കെ ആയിട്ടാണ് പൂളിൽ വന്നത്. പേരും ചൂടാണ് ഗൈസ്. എന്നിട്ട് പോലും ആസ് യൂഷ്വൽ എല്ലായിടത്തെയും പോലെ കിഡ്സിന് വേണ്ടിയിട്ടുള്ള സെപ്പറേറ്റ് പൂൾ ഏരിയ ഉണ്ട്. എക്സ്ക്ലൂസീവ്ലി മോൾക്ക് വേണ്ടി എന്ന് പറഞ്ഞാലും നമ്മളും ചില്ല് ചെയ്തു ഗൈസ്. നമ്മളാണല്ലോ അവളെ ഗൈഡ് ചെയ്യേണ്ടത്. അവിടെ ഇരിക്കാനും റെസ്റ്റ് ചെയ്യാനും റിലാക്സ് ചെയ്യാനും ഒക്കെ ഉള്ള സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ നല്ലൊരു കാമായിട്ടുള്ള അറ്റ്മോസ്ഫിയർ ആണ്. പിന്നെ വേണമെങ്കിൽ ബിവറേജസും അടുത്തുണ്ട് ഗൈസ്. ഒരു 5-5:30 ടൈമാണ് നമ്മൾ പൂളിൽ പോയത്. ബട്ട് ആ ടൈമിലും ഭയങ്കര ചൂടായിരുന്നു. സോ നമ്മൾ വിചാരിച്ചു ഓക്കെ നമുക്ക് കുറെ കഴിഞ്ഞിട്ട് പോകാം, അല്ലെങ്കിൽ ഇപ്പൊ ചൂടല്ലേ, ഇപ്പൊ പോകണോ വേണ്ടയോ എന്നൊക്കെ കൺഫ്യൂഷൻ ആയിരുന്നു. ചെന്നപ്പോൾ കൺഫ്യൂഷനൊക്കെ മാറി. നിറയെ ആൾക്കാരുണ്ടായിരുന്നു. കരക്കിരുന്ന് സീൻ പിടിക്കുന്നവരാണ് ഗൈസ് ഇവര് രണ്ടുപേരും പൂളിൽ ഇറങ്ങില്ല കേട്ടോ. ദേ ഞാൻ മുമ്പ് പറഞ്ഞ ബിവറേജ്. മമ്മ വേണമെങ്കിൽ വീഡിയോ എടുത്തോ, ഞാൻ വീഡിയോയിലൊന്നും നോക്കൂല എന്ന് പറഞ്ഞിട്ടുള്ള ഇരിപ്പാണ്. വെറുതെയാണ്, പറയാറൊന്നും ആയിട്ടില്ല. ആൾക്ക് 1.5 വയസ്സായിട്ടേ ഉള്ളൂ. പൂളിൽ നിന്ന് നമ്മൾ എടുത്തതിന്റെ ദേഷ്യവും പിണക്കവും ഒക്കെയാണ്. കരച്ചിലായിരുന്നു ഗൈസ്. കാരണം ഇവൾക്ക് വെള്ളത്തിൽ കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ കുറെ കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് പുറത്തോട്ടൊക്കെ ഇറങ്ങാന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ ഫ്രഷ് ആയിട്ട് പാർക്കിൽ പോകാന്ന് വിചാരിച്ചേ. നമ്മൾ താമസിച്ച ഹോട്ടലിന്റെ അടുത്ത് തന്നെയാണ് ഈ പാർക്ക്. വീണ്ടും ഫെയിം ഇഷ്ടമില്ലാത്ത ഒരാൾ എന്റെ ക്യാമറയിൽ പെട്ടു ഗൈസ്. എന്നാ പിന്നെ 4 വീഡിയോ കൂടുതൽ എടുത്തേക്കാന്ന് വിചാരിച്ചു. പല ടൈമിൽ പല സന്ദർഭത്തിൽ പോസ്റ്റ് ചെയ്യാമല്ലോ. നിനക്ക് വേറെ പണിയൊന്നുമില്ല, മര്യാദയ്ക്ക് നല്ലൊരു ജോലി ഉണ്ടല്ലോ, സോ ആ ജോലിയൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ പോയാൽ പോരെ, എന്തിനാ വെറുതെ ആവശ്യമില്ലാത്ത പണിക്ക് പോകുന്നേ എന്ന് പറയുന്നവരോട് ഈ ഫെയിം ഇഷ്ടമില്ലാത്ത ആളാണ് എന്റെ സ്ട്രെങ്ത്. വീണ്ടും അമ്പരചുംബികളായ കെട്ടിടങ്ങൾ എന്റെ മനസ്സിൽ വന്നു. കുറച്ച് ടൈം പാർക്കിലൊക്കെ സ്പെൻഡ് ചെയ്ത് ഒരു ബബിൾ ടീ ഒക്കെ വാങ്ങിച്ചു കുടിച്ചിട്ട് ഞങ്ങൾ ബാക്ക് ടു റൂമിൽ പോയേ. അച്ഛനെ അമ്മയും മോളെ കൂടെ റൂമിലാക്കിയിട്ട് ഞങ്ങൾക്കായിട്ടുള്ള ഒരു ലിറ്റിൽ സ്പേസ്. ഇതും ഈ ഹോട്ടലിൽ തന്നെയുള്ള ഒരു പ്രീമിയം ബാർ ആണ്. Alcohol is injurious to health, so always in moderation. Just a little unwind time. അത്രേ ഉള്ളേ. ഇതാണ് നമ്മുടെ അബുദാബിയിലെ കസിൻ. സോ നെക്സ്റ്റ് വീഡിയോയിൽ ബാക്കി കാണാം.